everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CHSLന്റെ പ്രീവിയസ് ഇയർ ജനറൽ അവയർനെസ്സിൻ്റെ പേപ്പറാണ്. നമുക്കറിയാം CHSLന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ അവയർനെസ്സിൻ്റെ അനാലിസിസ് ആണ്. നമ്മൾ പറഞ്ഞു CHSLൻ്റെ ആണ് 2023 CHSLൻ്റെ പേപ്പറാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്നത് 2/8/2023 ഷിഫ്റ്റ് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, in which year did John Alexander Newlands propound a new concept of the law of octaves, proposing the periodicity of chemical elements arranged in order of atomic weight? അപ്പോൾ നമുക്കറിയാം ലോ ഓഫ് ഒക്ടേവ്സ് എല്ലാവരും കേട്ട് കാണും അല്ലേ? കെമിസ്ട്രിയിൽ നമ്മൾ കുഞ്ഞിലേ മുതൽ ഒരു 10th ഒക്കെ ആകുമ്പോൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് എന്ത്? ലോ ഓഫ് ഒക്ടേവ്സ് അല്ലേ? ലോ ഓഫ് ഒക്ടേവ്സ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് കൊണ്ടുവരുന്നത് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ് അല്ലേ? ന്യൂലാൻഡ്സ് ആണ് എന്ത് കൊണ്ടുവരുന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ലോ ഓഫ് ഒക്ടേവ്സിൽ എന്താണ് പറയുന്നത്? ലോ ഓഫ് ഒക്ടേവ്സിൽ പറയുന്നത് കെമിക്കൽ എലമെൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ? കെമിക്കൽ എലമെൻസിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓരോ ആദ്യത്തെ എലമെൻറ്റും ഏതിന് സിമിലർ ആയിരിക്കും? ഓരോ 8ാമത്തെ എലമെൻറ്റിനും സിമിലർ ആയിരിക്കും അല്ലേ? പ്രോപ്പർട്ടീസ് അനുസരിച്ച് ഓരോ ആദ്യത്തെ എലമെൻറ്റും എന്തിന് സിമിലർ ആയിരിക്കും? 8ാമത്തെ എലമെൻറ്റിന് സിമിലർ ആയിരിക്കും. നമ്മൾ എന്തിൻ്റെ രീതിയിലാണ്, എന്തിൻ്റെ ഓർഡറിലാണ് അതിനെ അറേഞ്ച് ചെയ്യുന്നത്? അറ്റോമിക് വെയ്റ്റിൻ്റെ ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. എന്തിൻ്റെ ഓർഡറിലാണ്? അറ്റോമിക് വെയ്റ്റിൻ്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും? ഓരോ ആദ്യത്തെ എലമെൻറ്റിൻ്റെയും സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും എന്തിന്? ഓരോ 8ാമത്തെ എലമെൻറ്റിനും ഉണ്ടാവുക. നമ്മൾ ഈ മ്യൂസിക്കൽ കമ്പോസിഷനൊക്കെ പോലെയാണ് എന്ന് പറയുന്ന ഒരു ലോ ആണ് ഏത്? ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണെന്ന് പറഞ്ഞു. എന്തിൻ്റെ ഓർഡറിലാണെന്ന് പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഓരോ 1ാമത്തെ എലമെൻറ്റും 8ാമത്തേന് സിമിലർ ആണ്, അറ്റോമിക് വെയ്റ്റിൻ്റെ ഓർഡറിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഇയറിലാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ഇത് കൊണ്ടുവന്നത്, ഈ കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 എന്താണ്? 1865 ആണ്. ഓപ്ഷൻ 2 1870, ഓപ്ഷൻ 3 1860 ആൻഡ് ഓപ്ഷൻ 4 1873. അപ്പോൾ ഇതിൽ ഏത് ഇയറിലായിരിക്കും വന്നിട്ടുണ്ടാവുക ലോ ഓഫ് ഒക്ടേവ്സ്? ലോ ഓഫ് ഒക്ടേവ്സ് വന്നത് ഓപ്ഷൻ 1 1865 1865 എന്ത് കൊണ്ടുവന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നത്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് ആണ്. അതിലെന്താ പറയുന്നത്? അറ്റോമിക് വെയിറ്റ് വെച്ച് നമ്മൾ കെമിക്കൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓരോ 1ാമത്തെ എലമെൻറ്റും ഏതിന് സിമിലർ ആയിരിക്കും? ഓരോ 8ാമത്തെ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസിന് സിമിലർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, in India, which of the following is a Gandhian principle of directive principles of state policy? Directive principles of state policy നമുക്കറിയാം അല്ലേ? നമ്മൾ പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലേ? പാർട്ട് 4 വരുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ അതിൽ വരുന്ന ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതാണ്? ഈ തന്നിരിക്കുന്നതെല്ലാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ? നമ്മുടെ മഹാത്മാഗാന്ധി എന്താ പറയുക ഫോളോ ചെയ്തിരുന്ന, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രിൻസിപ്പിൾ ഇതിലേതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ടു സെക്യൂർ യൂണിഫോം സിവിൽ കോഡാണ് അല്ലേ? എല്ലാ ജെൻഡർ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നത്. രണ്ടാമത്തേതാണെങ്കിലോ ടു പ്രൊവൈഡ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലേ? ഇപ്പോൾ മെയിലായാലും ഫീമെയിലായാലും ഈക്വൽ പേ. മൂന്നാമത്താണെങ്കിലോ ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് അല്ലേ? ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഓർഗനൈസേഷൻസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ കറക്റ്റായി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? വില്ലേജ് പഞ്ചായത്ത്. നാലാമത്താണെങ്കിലോ ടു സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് അല്ലേ? ജുഡീഷ്യറി എക്സിക്യൂട്ടീവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം DPSP ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്? ഗാന്ധിയൻ പ്രിൻസിപ്പിളായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്, ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് അല്ലേ? വില്ലേജ് പഞ്ചായത്തിൻ്റെ ഓർഗനൈസ് ആണ് ഗാന്ധിയൻ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഏതായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഇതാണ്, ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. ഇനി അടുത്തത്, മുണ്ടരി ഡാൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പോൾ മുണ്ടരി ഡാൻസ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഡാൻസ് ആണ്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലെ ആളുകളുടെ ഡാൻസ് ആണ് മുണ്ടരി ഡാൻസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 കർണാടക, ഓപ്ഷൻ 2 ജാർഖണ്ഡ്, ഓപ്ഷൻ 3 അരുണാചൽ പ്രദേശ് ആൻഡ് ഓപ്ഷൻ 4 മിസോറാം. അപ്പോൾ ഏത് സ്റ്റേറ്റിലെ ഡാൻസ് ആയിരിക്കും മുണ്ടരി ഡാൻസ്? മുണ്ടരി ഡാൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ജാർഖണ്ഡിലെയാണ്. അപ്പോൾ ജാർഖണ്ഡിലെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി നടത്തുന്ന ഡാൻസാണ് ഇത് മുണ്ടരി ഡാൻസ്. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഡാൻസ് ഒക്കെ നമ്മളോട് ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾക്ക് 2 കോളംസ് വന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അപ്പോൾ ലിസ്റ്റ് എ ആദ്യം നോക്കാം. ലിസ്റ്റ് എ എന്താണ്? ചമ്പംകുളം ബോട്ട് റേസ്, ബി സോംനാഥ് ഫെയർ, സി സുരാജ് കുണ്ട് ഫെയർ, ഡി ബനേശ്വർ ഫെയർ. ഇനി ലിസ്റ്റ് 2-ലാണെങ്കിലോ 1 ഗുജറാത്ത്, 2 ഹരിയാന, 3 രാജസ്ഥാൻ ആൻഡ് 4 കേരള. അപ്പോൾ നമുക്കിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യാം അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് അറിയുന്നതാണ്. ചമ്പക്കുളം ബോട്ട് റേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എവിടത്തെയാണ്? കേരളയിലാണ് അല്ലേ? അത് കേരളയിലാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലേ? എ എന്ന് പറയുന്നത് 4 ആണ്. ഇനി ബി സോംനാഥ് ഫെയർ. സോംനാഥ് ഫെയർ എവിടെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. സോംനാഥ് ഫെയർ എവിടെയാണ്? സോംനാഥ് ഫെയർ നടക്കുന്നത് 1 ഗുജറാത്തിലാണ്. സോംനാഥ് ഫെയർ എവിടെയാണ് നടക്കുന്നത്? ഗുജറാത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബി എന്താണ്? ബി 1 ആണ്. ഇനി സി എന്താണ്? സുരാജ് കുണ്ട് ഫെയർ. സുരാജ് കുണ്ട് ഫെയർ എവിടെയാണ് നടക്കുന്നത്? സുരാജ് കുണ്ട് ഫെയർ നടക്കുന്നത് 2 ഹരിയാനയിലാണ് നടക്കുന്നത്. സുരാജ് കുണ്ട് ഫെയർ എവിടെയാണ്? ഹരിയാനയിലാണ് നടക്കുന്നത്. അപ്പോൾ സി എന്താണ്? സി 2 ആണ്. ഇനി ഡി ബനേശ്വർ ഫെയർ എവിടെയാണ് നടക്കുന്നത്? ലാസ്റ്റ് രാജസ്ഥാനാണ് അല്ലേ? അപ്പോൾ ബനേശ്വർ ഫെയർ നടക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഡി എന്താണ്? 3 ആണ് അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ചമ്പക്കുളം ബോട്ട് റേസ് എവിടെയാണ്? കേരളയിലാണ് നടക്കുന്നത്. ബി സോംനാഥ് ഫെയർ എവിടെയാണ് നടക്കുന്നത്? ഗുജറാത്തിലാണ് നടക്കുന്നത്. സി സുരാജ് കുണ്ട് ഫെയർ എവിടെയാണ് നടക്കുന്നത്? ഹരിയാനയിലാണ് നടക്കുന്നത്. ഡി ബനേശ്വർ ഫെയർ എവിടെയാണ് നടക്കുന്നത്? രാജസ്ഥാനിലാണ് നടക്കുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളോട് പലതവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് ആസ് ഓഫ് ഫെബ്രുവരി 2023 ഹൗ മെനി ടൈംസ് അദിതി അശോക് ഹാസ് ഓവറോൾ വൺ ദ LET ലേഡീസ് യൂറോപ്യൻ ടൂർ ടൈറ്റിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫെബ്രുവരി 2023 വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേഡീസ് യൂറോപ്യൻ ടൂർ ടൈറ്റിൽ എത്ര തവണ അദിതി അശോക് വിൻ ചെയ്തു, അല്ലെങ്കിൽ എത്ര തവണയാണ് അദിതി അശോക് LET ടൈറ്റിൽ വൺ ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 6, ഓപ്ഷൻ 2 4, ഓപ്ഷൻ 3 3 ആൻഡ് ഓപ്ഷൻ 4 5. അപ്പോൾ എത്ര തവണയായിരിക്കും അദിതി അശോക് വൺ ചെയ്തിട്ടുണ്ടാവുക? അദിതി അശോക് 4 തവണയാണ് വൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2023 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 4 തവണയാണ് അദിതി അശോക് LET ടൈറ്റിൽ വൺ ചെയ്തിരിക്കുന്നത്. ഈ LET ടൈറ്റിൽ അല്ലെങ്കിൽ ലേഡീസ് യൂറോപ്യൻ ടൈറ്റിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഈസ് റിമെമ്പേർഡ് ഫോർ ഹിസ് മാസ്റ്ററി ഇൻ പ്ലേയിങ് ഡാഷ്. അതായത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്ത് ഇൻസ്ട്രുമെൻറ്റിലാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള പേരായിരിക്കും പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അപ്പോൾ അദ്ദേഹം ഏത് ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നതിലാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 തബല, ഓപ്ഷൻ 2 സന്തൂർ, ഓപ്ഷൻ 3 സിത്താർ ആൻഡ് ഓപ്ഷൻ 4 സാരോട്ട്. അപ്പോൾ ഏത് ഇൻസ്ട്രുമെൻറ്റിലായിരിക്കും പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഫേമസ് ആയിട്ടുണ്ടാവുക? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഓപ്ഷൻ 2 സന്തൂറിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏതിലാണ് ഫേമസ് ആയിട്ടുള്ളത്? ഓപ്ഷൻ 2 സന്തൂറിലാണ് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് വിഡോ റീമാരേജ് അസോസിയേഷൻ ഇൻ 1861? ഓക്കെ, വിഡോ റീമാരേജ് അസോസിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. 1861 ഫോം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടർ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മഹാദേവ് ഗോവിന്ദ റാനഡെ, ഓപ്ഷൻ 2 ദ്വാരകാനാഥ് ടാഗോർ, ഓപ്ഷൻ 3 ഡോക്ടർ ആത്മരംഗ് പാണ്ഡുരംഗ്, ഓപ്ഷൻ 4 MG ബദർക്കർ. അപ്പോൾ ഇതിൽ ആരായിരിക്കും വിഡോ റീമാരേജ് അസോസിയേഷൻ്റെ ഫൗണ്ടർ ആയിട്ടുണ്ടാവുക? വിഡോ റീമാരേജ് അസോസിയേഷൻ്റെ ഫൗണ്ടർ ഓപ്ഷൻ 1 മഹാദേവ് ഗോവിന്ദ റാനഡെയാണ്. എപ്പോഴാണ് ഫൗണ്ട് ചെയ്തത്? 1861 ഫൗണ്ട് ചെയ്തത്. ഇനി എവിടെ വെച്ചായിരുന്നു? ബോംബെ അല്ലേ? ബോംബെയിൽ വെച്ചായിരുന്നു. ഇന്നത്തെ മുംബൈ, അന്നത്തെ ബോംബെയിൽ വെച്ചായിരുന്നു ഫോം ചെയ്തത്. എന്താണ് ഫോം ചെയ്തത്? വിഡോ റീമാരേജ് അസോസിയേഷൻ. ഇനി നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. നമ്മൾ ആത്മരംഗ് പാണ്ഡുരംഗ് അല്ലേ? ആത്മരംഗ് പാണ്ഡുരംഗ് എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? പ്രാർത്ഥനാ സമാജ് അല്ലേ? പ്രാർത്ഥനാ സമാജ് കേട്ടിട്ടുണ്ടാവും. പ്രാർത്ഥനാ സമാജ്.
എപ്പോഴായിരുന്നു? 1867. ഓക്കെ, ആത്മരംഗ് പാണ്ഡുരംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? പ്രാർത്ഥനാ സമാജ് അല്ലേ, 1867 പ്രാർത്ഥനാ സമാജ്. ഇനി ദ്വാരകാനാഥ് ടാഗോർ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അദ്ദേഹം ബ്രഹ്മസമാജ് എന്ന് കേട്ടിട്ടുണ്ടോ? രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന ബ്രഹ്മസമാജ് എപ്പോഴാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ് കൊണ്ടുവന്നത്? 1828 അല്ലേ, 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ് കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊരു മെമ്പറായിരുന്നു ആര്? ദ്വാരകാനാഥ് ടാഗോർ. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മുടെ ക്വസ്റ്റൻ ഇതായിരുന്നു. വിഡോ റീമാരേജ് അസോസിയേഷൻ 1861 ഫോം ചെയ്തത്. അതിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫൗണ്ടർ വരുന്നത് മഹാദേവ് ഗോവിന്ദ റാണഡെയാണ്. 1861 ഫോം ചെയ്തത്. ബോംബെയിൽ വെച്ചായിരുന്നു ഫോം ചെയ്തത്. ഇനി ദ്വാരകാനാഥ് ടാഗോർ നമ്മൾ പറഞ്ഞ പോലെ ബ്രഹ്മസമാജിലെ ഒരു മെമ്പറായിരുന്നു. ബ്രഹ്മസമാജ് ഫൗണ്ട് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. 1828 ഫോം ചെയ്തത്. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഡോക്ടർ ആത്മരംഗ് പാണ്ഡുരംഗ്. അദ്ദേഹം കൊണ്ടുവന്നതാണ് പ്രാർത്ഥനാ സമാജ്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1867 കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഇൻ 1956 വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ്സ് ഡിഡ് രുക്മണി ദേവി അരുന്താലെ ആൻ എമിഡൻറ്റ് ഭരതനാട്യം ഡാൻസർ റിസീവ്? അപ്പോൾ നമുക്കറിയാം രുക്മണി ദേവി അരുന്താലെ ഒരുപാട് കേട്ട പേരായിരിക്കും. രുക്മണി ദേവി അരുന്താലെ നമ്മളുടെ എപ്പോഴും എല്ലാ എക്സാംസിലും ഒരു ക്വസ്റ്റനെങ്കിലും ഉണ്ടാവും. ആരെക്കുറിച്ച്? രുക്മണി ദേവി അരുന്താലയെക്കുറിച്ച്. അപ്പോൾ ആരാണ് അവരൊരു ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം ഡാൻസറാണ് അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭരതനാട്യം ഡാൻസറാണ്. അപ്പോൾ അവർക്ക് 1956 ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഏത് അവാർഡാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം, രുക്മണി ദേവി അരുന്താലെ ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം ഡാൻസറാണ്. അവർക്ക് 1956 ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ അവാർഡ് ഏത് അവാർഡാണ് എന്നാണ് നമ്മളോട് ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 സരസ്വതി സമ്മാൻ, ഓപ്ഷൻ 2 ജ്ഞാൻപീഠ് അവാർഡ്, ഓപ്ഷൻ 3 പത്മഭൂഷൺ ആൻഡ് ഓപ്ഷൻ 4 കബീർ പുരസ്കാർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും രുക്മണി ദേവി അരുന്താലയ്ക്ക് ലഭിച്ചിട്ടുണ്ടാവുക? രുക്മണി ദേവി അരുന്താലയ്ക്ക് 1956 ലഭിച്ച അവാർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 പത്മഭൂഷണാണ്. പത്മഭൂഷണാണ് രുക്മണി ദേവി അരുന്താലെ ഫേമസ് ആയിട്ടുള്ള ഭരതനാട്യം ഡാൻസർക്ക് 1956 ലഭിച്ച അവാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, when the general interest rate reaches a very low level, which of the following statements will be correct? അതായത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ജനറൽ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കറക്റ്റായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. മോസ്റ്റ് പീപ്പിൾ വിൽ സ്പെക്യുലേറ്റ് a further decline in the interest rate. അപ്പോൾ അധികം ആളുകളും എന്ത് വിചാരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് പിന്നെയും താഴത്തോട്ട് പോകും എന്ന് വിചാരിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്. ഓപ്ഷൻ 2 നോക്കുകയാണെങ്കിലോ, എനി ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ വിൽ കോസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ടു ഫോൾ ഫെർദർ. ഇപ്പോൾ എന്തെങ്കിലും ഒരു മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ളതാണ് ഓപ്ഷൻ 2 പറയുന്നത്. 3 എന്താ പറയുന്നത്? മോസ്റ്റ് പീപ്പിൾ വിൽ പ്രിഫർ ടു ഹോൾഡ് ബോണ്ട്സ്. ബോണ്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ 3 പറയുന്നത്. ഓപ്ഷൻ 4 എന്താ പറയുന്നത്? മോസ്റ്റ് പീപ്പിൾ വിൽ എക്സ്പെക്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് ടു റൈസ് ഇൻ ഫ്യൂച്ചർ. അതായത് ഇപ്പോൾ ലോ ലെവലിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് പിന്നീട് ഫ്യൂച്ചറിൽ കൂടാമെന്നായിരിക്കും കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. മോസ്റ്റ് പീപ്പിൾ വിൽ എക്സ്പെക്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ് ടു റൈസ് ഇൻ ദ ഫ്യൂച്ചർ. അതങ്ങനെയാണല്ലോ, ഇപ്പോൾ കുറവാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുണ്ടെങ്കിലും പിന്നീട് കൂടാം, അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്സ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ 35 degree and dash north and south which are poleward of subtropical high pressure areas. അതായത് മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്സ് ഈ 35 ഡിഗ്രിയുടെയും അതുപോലെ ഏത് ഡിഗ്രിയുടെയും ഇടയിലാണ് നോർത്ത് സൗത്ത് ആയിട്ട് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 70, ഓപ്ഷൻ 2 40, ഓപ്ഷൻ 3 60 ആൻഡ് ഓപ്ഷൻ 4 79. അപ്പോൾ എവിടെയായിരിക്കും വരുന്നുണ്ടാവുക? മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്സ് വരുന്നത് ഓപ്ഷൻ 3 60 ആണ്. അതായത് മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്സ് വരുന്നത് 35 ഡിഗ്രിയുടെയും അതുപോലെ 60 ഡിഗ്രിയുടെയും ഇടയിൽ, നോർത്ത് സൗത്ത് കേട്ടോ. ഓക്കെ, 35 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും ഇടയിലായിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടാവുക? മിഡ് ലാറ്റിറ്റ്യൂഡ് ഡെസേർട്സ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ വാസ് awarded the Nobel Prize in Physics in 1909 along with Carl Ferdinand Braun for the development of practical വയർലെസ് ടെലിഗ്രഫി? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്.
ആർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? എന്തിലാണ് നോബൽ പ്രൈസ് ലഭിച്ചത്? ഫിസിക്സിൽ. എപ്പോൾ? 1909 അല്ലേ? 1909 ഫിസിക്സിൽ നോബൽ പ്രൈസ് ലഭിച്ചു. ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഒരാൾ കാൾ ഫെർഡിനൻഡ് ബ്രൗൺ ആണ്. വേറെ ആൾ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവർക്ക് എന്തിനാണ് ലഭിച്ചത്? പ്രാക്ടിക്കൽ വയർലെസ് ടെലിഗ്രഫിയിലാണ് അവർക്ക് ലഭിച്ചത്. അപ്പോൾ കാൾ ഫെർഡിനൻഡ് ബ്രൗണിൻ്റെ കൂടെ ആരായിരുന്നു, വേറെ ഏത് വ്യക്തിക്കായിരുന്നു നോബൽ പ്രൈസ് ലഭിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മാർക്കോണി ആണ്, ഓപ്ഷൻ 2 റുഡോൾഫ് ഹെർട്സ് ആണ്, ഓപ്ഷൻ 3 ജോൺ മൈക്കിൾ ആൻഡ് ഓപ്ഷൻ 4 വില്യം റോട്രിജൻ. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? ലഭിച്ചത് ഓപ്ഷൻ 1 മാർക്കോണിക്കാണ്. മാർക്കോണിയാണ് എന്ത് കണ്ടുപിടിച്ചത്? കാൾ ഫെർഡിനൻഡ് ബ്രൗണിൻ്റെ കൂടെ പ്രാക്ടിക്കൽ വയർലെസ് ടെലിഗ്രഫിയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കുമാണ് എന്ത് ലഭിച്ചത്? നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് 1909 ലഭിച്ചത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് ദ കറക്റ്റ് റീസൺ ഫോർ എ ഗുഡ് ടു ബി ഐഡൻറ്റിഫൈഡ് ആസ് എ ഫൈനൽ ഗുഡ്? അതായത് ഒരു ഗുഡ് ഫൈനൽ ഗുഡ് ആവുന്നത് ഈ തന്നിരിക്കുന്നവയിൽ ഏത് റീസൺ വരുമ്പോഴാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആയി എന്ന് നമുക്ക് എപ്പോൾ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇറ്റ് ഈസ് നോട്ട് പ്രോസസ്ഡ് ബൈ എ കൺസ്യൂമർ ആഫ്റ്റർ പർച്ചേസ്. പർച്ചേസിന് ശേഷം വാങ്ങിച്ചയാൾ വീണ്ടും പ്രോസസ്സ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അതിനെ ഫൈനൽ ഗുഡ് എന്ന് പറയുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 2 ഇറ്റ് ഈസ് നോട്ട് പ്രോസസ്ഡ് ഫർദർ ബൈ എ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അല്ലെ, ഉണ്ടാക്കിയ ആൾ വീണ്ടും പ്രോസസ്സ് ചെയ്യാത്തൊരവസ്ഥയാണ് എന്ത് പറയുന്നത്? ഫൈനൽ ഗുഡ് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ 2. 3 ആണെങ്കിലോ ഇറ്റ് കനോട്ട് ബി റീസൈക്കിൾഡ് ഓർ റീയൂസ്ഡ്. വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ 4 ആണെങ്കിലോ ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ. ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ അവസാനത്തെ സ്റ്റേജാണ് എന്ത്? ഈ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നതാണ് ഓപ്ഷൻ 4. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ഒരു പ്രൊഡ്യൂസർ വീണ്ടും പ്രോസസ്സ് ചെയ്യാത്തുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ കോർട്ട് ഫോർ ഡബിൾ മാച്ചസ് ഇൻ ലോൺ ടെന്നീസ്? അതായത് ലോൺ ടെന്നീസിലെ ഡബിൾ മാച്ചസിൻ്റെ കോർട്ടിലെ വിഡ്ത്ത് എന്താണ്? നമുക്കറിയാം ടെന്നീസ് എന്ന് പറയുന്നത് എന്തിലാണ്? ഒരു കോർട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ കോർട്ടിൻ്റെ വിഡ്ത്താണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഡബിൾ മാച്ചസിലുള്ള കോർട്ടിൻ്റെ വിഡ്ത്താണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതിലെ? ലോൺ ടെന്നീസിലെ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 34 ഫീറ്റ്, ഓപ്ഷൻ 2 32 ഫീറ്റ്, ഓപ്ഷൻ 3 36 ഫീറ്റ് ആൻഡ് ഓപ്ഷൻ 4 38 ഫീറ്റ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. 36 ഫീറ്റ് ആണ് എന്ത്? ഒരു കോർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഏത് കോർട്ടിൻ്റെ വിഡ്ത്താണ്? ഡബിൾ മാച്ചസ് നടക്കുന്ന ലോൺ ടെന്നീസിൻ്റെ കോർട്ടിൻ്റെ വിഡ്ത്താണ് എത്ര? 36 ഫീറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഫോഴ്സ്ഡ് ലേബർ ആൻഡ് പ്രിവെൻറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ? അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. അതിൽ ഏത് ആർട്ടിക്കിളിലാണ് ഫോഴ്സ്ഡ് ലേബറും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 23, ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 25, ഓപ്ഷൻ 3 ആർട്ടിക്കിൾ 19 ആൻഡ് ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 20. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 23 ആണ്. ആർട്ടിക്കിൾ 23 ആണ് എന്ത് പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? ഫോഴ്സ്ഡ് ലേബറും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 25 എന്താണ്? 25 നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ് എന്ത്? ആർട്ടിക്കിൾ 25 പറയുന്നത്. ആർട്ടിക്കിൾ 19 ആണെങ്കിലോ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, റൈറ്റ് ടു സ്പീച്ച്, എക്സ്പ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 20 എന്താണ് പറയുന്നത്? ഒരാളെ ഒരു ഒഫൻസിൽ 2 തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 20 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വുമൺ SHG member appointed as a banking agent is called dash. അതായത് നമ്മൾ ഒരു ബാങ്കിങ് ഏജൻറ്റിനെ നിയമിക്കും. ഓക്കെ, ബാങ്കിങ് ഏജൻറ്റിനെ എന്തിനാണ് നിയമിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ബാങ്കായിട്ടും അതുപോലെ തന്നെ റൂറൽ കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, വുമൺസ്, റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ള വുമൺസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വുമൺസ് കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന വുമൺസിനെയും അതുപോലെ തന്നെ ബാങ്കിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ, ഒരു വുമൺ മെമ്പറിനെ എന്ത് ചെയ്യും? ബാങ്കിങ് ഏജൻ്റായിട്ട് നിയമിക്കും.
അപ്പോൾ ആ ബാങ്കിങ് ഏജൻറ്റിനുള്ള പേരെന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ബാങ്ക് മിത്ര, ഓപ്ഷൻ 2 ബാങ്ക് ദോസ്ത്, ഓപ്ഷൻ 3 ബാങ്ക് NGO ആൻഡ് ഓപ്ഷൻ 4 ബാങ്ക് സഖി. അപ്പോൾ ആരായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ബാങ്ക് സഖിയാണ്. അപ്പോൾ ബാങ്ക് സഖിയാണ് ബാങ്കിങ് ഏജൻ്റായിട്ട് നിയമിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ബാങ്കും അതുപോലെ തന്നെ റൂറൽ കമ്മ്യൂണിറ്റിയിലുള്ള വുമൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ബാങ്കിങ് കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ അത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ അപ്പോയിൻ്റ് ചെയ്യുന്നത്? ബാങ്ക് സഖിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following players won the orange cap in IPL 2023? IPL 2023 ഓറഞ്ച് ക്യാപ്പ് ലഭിച്ച പ്ലെയർ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ശുഭ്മൻ ഗിൽ, ഓപ്ഷൻ 2 ദേവൻ കോൺവേ, ഓപ്ഷൻ 3 യശസ്വി ജയ്സ്വാൾ, ഓപ്ഷൻ 4 രണ്ടെണ്ണം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ശുഭ്മൻ ഗില്ലാണ്. ശുഭ്മൻ ഗില്ലിനാണ് എന്ത് ലഭിച്ചത്? ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത്. എപ്പോൾ? IPL 2023 ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത് ആർക്കാണ്? ശുഭ്മൻ ഗില്ലിനാണ് ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, The Constitution, Scheduled Caste and Scheduled Tribes Orders, Second Amendment Bill 2022 has omnity as a scheduled tribe in some parts of Uttar Pradesh. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾഡ് സെക്കൻഡ് അമെൻമെൻറ്റ് ബില്ല് 2022, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ സെക്കൻഡ് അമെൻമെൻറ്റ് ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഏത് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഉത്തർപ്രദേശിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ സെക്കൻഡ് അമെൻമെൻറ്റ് ബില്ല് 2022 പ്രകാരം ഏത് കമ്മ്യൂണിറ്റിയാണ് ഉത്തർപ്രദേശിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 എരുകല, ഓപ്ഷൻ 2 ചെഞ്ചുസ്, ഓപ്ഷൻ 3 ഗോൺസ് ആൻഡ് ഓപ്ഷൻ 4 ബിൽസ്. ഇതിൽ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ഗോൺസ് ആണ്. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ബില്ലിലെ സെക്കൻഡ് അമെൻമെൻറ്റ് ബില്ല് 2022 വന്നതോടുകൂടെ ഏത് കമ്മ്യൂണിറ്റിയാണ് ഉത്തർപ്രദേശിൻ്റെ ഷെഡ്യൂൾഡ് ട്രൈബിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആഡ് ചെയ്തിരിക്കുന്നത് ഗോൺസ് കമ്മ്യൂണിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, Which of the following crops is the only genetically modified crop approved for commercial cultivation in India? അതായത് ഈ തന്നിരിക്കുന്ന ക്രോപ്പുകളിൽ ഏത് ക്രോപ്പിനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? ആരംഗീകരിച്ചിട്ടുള്ളത്? കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ. ശ്രദ്ധിക്കുക. Which of the following crops is the only genetically modified crop approved for commercial cultivation in India? അതായത് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടി അപ്രൂവ് ചെയ്ത ഒരേ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നും കൂടെ പറയാം. കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്ത ഒരേ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ടൊമാറ്റോ, ഓപ്ഷൻ 2 മസ്റ്റാർഡ്, ഓപ്ഷൻ 3 BT ബ്രിഞ്ചാൾ ആൻഡ് ഓപ്ഷൻ 4 BT കോട്ടൺ. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 BT കോട്ടൺ ആണ്. BT കോട്ടൺ ആണ് എന്തായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അംഗീകരിച്ച ഒരേ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് അലുമിനിയം സ്മെൽറ്റിംഗ് പ്ലാന്റ്സ്? അതായത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ അലുമിനിയം സ്മെൽറ്റിംഗ് പ്ലാന്റുകൾ ഉള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഉത്തർപ്രദേശ്, ഓപ്ഷൻ 2 തമിഴ്നാടു, ഓപ്ഷൻ 3 ഒഡീസ ആൻഡ് ഓപ്ഷൻ 4 മഹാരാഷ്ട്ര. നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ഒഡീസയാണ്. ഒഡീസയിലാണ് ഏറ്റവും കൂടുതൽ അലുമിനിയം സ്മെൽറ്റിംഗ് പ്ലാന്റ്സ് ഉള്ളത്. അതിനുശേഷം സെക്കൻഡ് പൊസിഷനിൽ വരുന്നതാണ് ഏത്? തമിഴ്നാടു. അടുത്ത ക്വസ്റ്റ്യൻ, Which of the following Anglo-Maratha wars resulted in merging the Peshwa's territories with the Bombay Presidency? അതായത് നമുക്കറിയാം അല്ലേ, ആംഗ്ലോസ് അതായത് ബ്രിട്ടീഷും മറാത്താസും കൂടെ ഒരുപാട് വോറുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് വോറ് കഴിഞ്ഞതോടുകൂടെയാണ് പേഷ്വ ടെറിട്ടറീസും ബോംബെ പ്രസിഡൻസിയും കൂടെ മേർജ് ചെയ്തത്? അല്ലെങ്കിൽ ബോംബെ പ്രസിഡൻസിയിലോട്ട് പേഷ്വ ടെറിട്ടറീസ് മേർജ് ചെയ്തത് ഏത് ആംഗ്ലോ മറാത്ത വോറിൻ്റെ റിസൾട്ടായിട്ടായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ
ഓപ്ഷൻ 1 4th, ഓപ്ഷൻ 2 3rd, ഓപ്ഷൻ 3 1st ആൻഡ് ഓപ്ഷൻ 4 2nd. നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 3rd ആണ്. അതായത് തേർഡ് ആംഗ്ലോ മറാത്ത വാർ കഴിഞ്ഞു, ബ്രിട്ടീഷും മറാത്താസും കൂടെ ആയിരുന്നു ആംഗ്ലോ മറാത്ത വാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രസിഡൻസിയിലോട്ട് നമ്മുടെ ഈ പേഷ്വാ ടെറിട്ടറീസ് എല്ലാം എന്ത് ചെയ്തു, മേർജ് ചെയ്തു അല്ലെങ്കിൽ ആഡ് ചെയ്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ തേർഡ് മറാത്ത വാറിന് ശേഷമാണ് ഈ മേർജിങ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെൻറ് സ്കീംസ് പ്രൊവൈഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഫോർ യൂത്ത് ഇൻ ഇന്ത്യ? അതായത് ഇന്ത്യയിലെ യൂത്തിന് വേണ്ടിയിട്ട് അല്ലേ, ഇന്ത്യയിലെ യൂത്തിന് വേണ്ടിയിട്ട് അവർ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിക്കുക, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇന്ത്യയുടെ യൂത്തിൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത സ്കീം ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, ഓപ്ഷൻ 2 ദീൻ ദയാൽ അന്ത്യോദയ യോജന, ഓപ്ഷൻ 3 പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ആൻഡ് ഓപ്ഷൻ 4 പ്രധാനമന്ത്രി ജൻധൻ യോജന. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയാണ്. കൗശൽ വികാസ് യോജനയാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്? സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. ആരെ സ്കിൽ ഡെവലപ്മെൻറ്റ്? യൂത്തിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്താണ്? അതൊരു ഫുഡ് സ്കീമാണ് അല്ലേ, അതൊരു ഫുഡിൻ്റെ സ്കീമാണ്, ഫുഡ് സ്കീം. ഇനി ദീൻ ദയാൽ അന്ത്യോദയ യോജന എന്തിനാണ്? അത് പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഏത്? ദീൻ ദയാൽ അന്ത്യോദയ യോജന. ഇനി 4th വൺ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്തിനു വേണ്ടിയിട്ടാണ്? അത് ബാങ്ക് അല്ലേ, ബാങ്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റൂറൽ കമ്മ്യൂണിറ്റിയെ ബാങ്കിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി അവയർനെസ്സിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് ഏത്? പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the lofty gates erected in the courtyard of the temples in South India were called dash. അതായത് ഒരു ടെമ്പിളിൻ്റെ എൻട്രൻസിന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ പറയുന്ന പേരെന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 വിമാന, ഓപ്ഷൻ 2 അർദ്ധമണ്ഡപ്, ഓപ്ഷൻ 3 ഗോപുരം ആൻഡ് ഓപ്ഷൻ 4 മണ്ഡപം. അപ്പോൾ ശ്രദ്ധിക്കുക, സൗത്ത് ഇന്ത്യയിലെ ടെമ്പിൾസിൻ്റെ ആ ഒരു എൻട്രൻസിന് നമ്മൾ പറയുന്ന പേരെന്താണ്? എൻട്രൻസിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് ഗോപുരം അല്ലേ. ഗോപുരം ഉണ്ടാവില്ലേ എല്ലാ ടെമ്പിളിൻ്റെ എൻട്രൻസിന്? അപ്പോൾ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് പൊട്ടാഷ്യം ആസിഡ് സോൾട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ആൽക്കഹോൾ മാനുഫാക്ചർ ഡ്യൂറിങ് ദ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്? അതായത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുകയാണ്, ആ സമയത്ത് ആൽക്കഹോൾ, ശ്രദ്ധിക്കുക, ആൽക്കഹോൾ മാനുഫാക്ചറിൻ്റെ സമയത്ത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണെന്ന് നമുക്കറിയാം, ആ സമയത്ത് ലഭിക്കുന്ന ബൈ പ്രൊഡക്റ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്താ ലഭിക്കുക? ഒരു പൊട്ടാഷ്യം ആസിഡ് സോൾട്ടാണ് നമുക്ക് ലഭിക്കാറ്. അപ്പോൾ ആ ബൈ പ്രൊഡക്റ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 പൊട്ടാഷ്യം നൈട്രേറ്റ്, ഓപ്ഷൻ 2 പൊട്ടാഷ്യം ബൈ ടാർട്രേറ്റ്, ഓപ്ഷൻ 3 പൊട്ടാഷ്യം ഹൈഡ്രോജൻ അഡിപ്പേറ്റ് ആൻഡ് ഓപ്ഷൻ 4 പൊട്ടാഷ്യം സിട്രേറ്റ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുക? എന്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ്? ആൽക്കഹോൾ മാനുഫാക്ചറിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നടക്കുക. എന്താണ് ആ പ്രോസസ്സിന് പറയുന്നത്? ഫെർമെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നത് എന്തായിരിക്കും? ഒരു പൊട്ടാഷ്യം ആസിഡ് സോൾട്ട് ആണ് ലഭിക്കാറ്. അപ്പോൾ ആ പൊട്ടാഷ്യം ആസിഡ് സോൾട്ടിൻ്റെ പേരാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആ സോൾട്ട് നമ്മൾ പറയുന്ന പേര് പൊട്ടാഷ്യം ബൈ ടാർട്രേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ പൊട്ടാഷ്യം ബൈ ടാർട്രേറ്റ് ആണ് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുക. എപ്പോൾ? ആൽക്കഹോൾ മാനുഫാക്ചറിൻ്റെ സമയത്ത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ 2014 ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് മൈക്രോ ലെൻഡർ with headquarters at Dash was granted in principal approval by RBI to start a universal bank. അതായത് 2014 എന്ത് സംഭവിച്ചു? ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ്, അതൊരു മൈക്രോ ലെൻഡേഴ്സ് ആണ്, അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അവർക്ക് RBI അപ്രൂവ് കൊടുത്തു. എന്തിനുള്ള അപ്രൂവാണ് കൊടുത്തത്? യൂണിവേഴ്സൽ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്രൂവലാണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ബന്ധൻ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 കൊൽക്കത്ത, ഓപ്ഷൻ 2 മുംബൈ, ഓപ്ഷൻ 3 ലക്നൗ ആൻഡ് ഓപ്ഷൻ 4 പൂനെ. ഇതിൽ എവിടെയായിരിക്കും വരുന്നുണ്ടാവുക? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലാണ് ആരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്? ബന്ധൻ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ച് പത്മലി ഡെപ്പോസിറ്റ്സ് ഇൻ കോരപ്പുട്ട് ഡിസ്ട്രിക്ട് ആർ ദ ഡെപ്പോസിറ്റ്സ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മിനറൽസ്? അതായത് ശ്രദ്ധിക്കുക,
പഞ്ച്പത്മലി ഡെപ്പോസിറ്റ് എവിടെയാണ്? ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. അത് ഏത് മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 കോപ്പർ, ഓപ്ഷൻ 2 മാഗ്നൈസ്, ഓപ്ഷൻ 3 ബോക്സൈറ്റ് ആൻഡ് ഓപ്ഷൻ 4 അയേൺ ഓർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ബോക്സൈറ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്